മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. ഇൻഫോസിസിൻ്റെയും ഇൻഡസിൻഡ് ബാങ്കിൻ്റെയും പ്രവർത്തന ഫലം വന്നു കഴിഞ്ഞു. അങ്ങനെ മൂന്നാം പാദ പ്രവർത്തന ഫലങ്ങളുടെ റിസൾട്ടുകൾ വന്നു തുടങ്ങുന്നതിൻ്റെ ആ ഒരു സീസൺ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തരക്കേടില്ലാത്ത പ്രവർത്തന ഫലമാണ് വന്നതും. വിപണികളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO N ഭുവനേന്ദ്രൻ ചേരുന്നു. ആദ്യം നമുക്ക് റിസൾട്ടുകൾ തന്നെ പരിശോധിക്കാം. ഇൻഫോസിസ് നാരായണമൂർത്തി വന്നതിന് ശേഷം അതിൻ്റെ വലിയ രീതിയിലുള്ള അഴിച്ചുപണി നടത്തി, അതിൻ്റെ ടോപ്പ് എക്സിക്യൂട്ടീവ്സിനെ മാറ്റി, ധാരാളം ആട്രിഷൻ റേറ്റ്, അതായത് പിരിഞ്ഞു പോകുന്നവരുടെ എണ്ണം ഇപ്പോഴും 18% തന്നെ തുടരുന്നു. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഒരു വശത്തുണ്ട്. പക്ഷേ എന്തുതന്നെയായാലും ഓഹരി വിപണിയുടെ വ്യൂ പോയിന്റിൽ വളരെ നല്ല പെർഫോമൻസ് ആണ്. മാത്രവുമല്ല, ലോകമെമ്പാടും നിന്നും സാമ്പത്തിക മാന്ദ്യം അകലുന്നതുകൊണ്ടാവാം അവർക്ക് നിറയെ ഓർഡറുകൾ ലഭിക്കുന്നു. വിപണിയും അതിനനുസരിച്ച് പ്രതികരിച്ചു. വെള്ളിയാഴ്ച ദിവസം വലിയൊരു മുന്നേറ്റം കുറിച്ചു. ഒന്ന് ഇൻഫോസിസ്, രണ്ട് ഇൻഡസിൻഡ് ബാങ്ക്. എല്ലാ തവണയും ഇൻഡസിൻഡ് ബാങ്കും ഇൻഫോസിസുമാണ് ആദ്യം പ്രവർത്തന ഫലവുമായി പുറത്തു വരിക. ഇൻഡസിൻഡ് ബാങ്ക് വളരെ മികച്ച ഒരു പ്രവർത്തന ഫലം കാഴ്ചവെച്ചു. 2 മണിയോട് അടുപ്പിച്ചാണ് റിസൾട്ട് വന്നത്. ഏകദേശം 330 കോടി 346 കോടി ലാഭം രേഖപ്പെടുത്തി. പക്ഷേ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഉയർന്നു. പക്ഷേ കിട്ടാക്കടം പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയർന്നു. അതിൻ്റെ പേരിൽ ആ സ്റ്റോക്കിൽ അല്പം വീക്ക്നെസ് കണ്ടു. ഏകദേശം 405 ലെവലുകളിലാണത് വിപണിയിൽ അവസാനിച്ചത്. ചോദ്യം അതല്ല. ഇൻഡസിൻഡ് ബാങ്കിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് ബാങ്കുകൾ വലിയ രീതിയിൽ, അതിന് മുൻപ് തന്നെ ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് ഒക്കെ വീക്ക്നെസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ റിസൾട്ട് വന്നതിന് ശേഷം ഈ NPA വർദ്ധിച്ചു അല്ലെങ്കിൽ കിട്ടാക്കടം കൂടി എന്നുള്ള വാർത്ത ഒരുപക്ഷെ മറ്റ് ബാങ്കുകളിലും മുൻനിര ബാങ്കുകളിലേക്കും അങ്ങനെ ആവാനുള്ള സാധ്യത പരിഗണിച്ചാണോ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിലെ ശക്തമായ സെല്ലിംഗ് പ്രൈവറ്റ് ബാങ്കുകളിൽ വന്നു? തീർച്ചയായിട്ടും അതിന് ഒരു ഇൻഡിക്കേറ്റർ ആയിരുന്നു ഈ ഇൻഡസിൻഡ് ബാങ്കിന്റെ റിസൾട്ട്. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കൂടി. പക്ഷേ NPA ഒരു വലിയ, ഇപ്പൊ ബാങ്കുകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് NPA തന്നെ. ആ NPA കൂടുന്നതാണ്. അത് എല്ലാ ബാങ്കിങ് സെക്ടറിലേക്കും പോകുമോ എന്നുള്ള NPA തന്നെയാണ് ഇന്ന് എല്ലാ ബാങ്കുകളും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. നല്ല റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിലും NPA കൂടി വരുന്നു. അതൊരു മോശം സൈൻ തന്നെയാണ്. ഇക്കണോമിയെ സംബന്ധിച്ചും ഈ ബാങ്കിനെ സംബന്ധിച്ചും അതൊരു മോശം തന്നെയാണ്. അപ്പം അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ ബാക്കി ബാങ്കിങ് സ്റ്റോക്കുകൾ ഓവറോൾ. എനിക്ക് തോന്നുന്നു ആ സെക്ടറൊക്കെ തന്നെ, ബാങ്കിങ് സെക്ടറൊക്കെ തന്നെ ഈ ലാസ്റ്റ് വീക്കെല്ലാം ഒരു വീക്ക് മോഡിൽ തന്നെയായിരുന്നു മൂവ് ചെയ്തിരുന്നത്. ഇൻഫോസിസിന്റെ റിസൾട്ട് മാർക്കറ്റ് മോർണിംഗിൽ നല്ലൊരു എനർജി നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷം ഇൻഡസിൻഡ് ബാങ്കിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ആ മൊമെന്റം കണ്ടിന്യൂ ചെയ്യാൻ മാർക്കറ്റിന് കഴിഞ്ഞില്ല. വലിയ സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്തു. അത് US-ന്റെ ആ ജോബ്ലെസ് ക്ലെയിം അങ്ങനെയുള്ള ഡാറ്റ വരുന്നതിന് അതുകൊണ്ട് വലിയൊരു പൊസിഷൻ എടുക്കാതിരുന്നതായിരിക്കാം. സ്ക്വയർ ചെയ്തു, പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. അങ്ങനെ ഒരു മൂവാണ് ഫ്രൈഡേ നമ്മൾ കണ്ടത്. പക്ഷെ മാർക്കറ്റിൽ അങ്ങനെ വലിയൊരു പോസിറ്റീവ് സ്ട്രെങ്ത് ഇല്ല ഇപ്പോഴും. ചെറിയ വീക്ക്നെസ് മാർക്കറ്റിലുണ്ട്. FISും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലാണ്. അപ്പോൾ മാർക്കറ്റ് ഇന്നത്തെ മോർണിംഗ് മൂവ് തന്നെ വളരെ നല്ലൊരു തിരിച്ചുവരവ് മാർക്കറ്റ് നടത്തി. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഇൻഡസിൻഡ് ബാങ്കിന്റെ റിസൾട്ട് ആയിരിക്കാം മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് പോകാനുള്ള ഒരു റീസൺ. ഇൻഡസിൻഡ് ബാങ്കിന്റെ റിസൾട്ട് തന്നെയാണ്. ആ ഒരു സെല്ലിംഗ് പ്രഷർ. ഇൻഫോസിസിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ടെക് മഹീന്ദ്ര, വിപ്രോ തുടങ്ങി മികച്ച IT സെക്ടർ എല്ലാം തന്നെ ഇപ്പോൾ ഈ ലാസ്റ്റ് വീക്ക് ഫാർമ സെക്ടറും IT സെക്ടറും ലാസ്റ്റ് വീക്ക് എല്ലാം വളരെ നല്ല 5% അടുത്ത എല്ലാ സ്റ്റോക്കുകളും ബെറ്റർ ആയിരുന്നു. IT സെക്ടർ എസ്പെഷ്യലി ഈ റിസൾട്ട് വന്നതിന് ശേഷം വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്പ് മൂവ് നമ്മൾ കണ്ടു. അതേസമയത്ത് മെറ്റൽ സെക്ടറിൽ ചൈനയിൽ നിന്ന് വളരെ മോശം ഡാറ്റ വരുന്നു. അതുപോലെ തന്നെ US-ലെ അലൂമിനിയം പ്രൊഡ്യൂസറായ ആൽക്കോയുടെ മോശം റിസൾട്ട്, ആ സെക്ടറിലെല്ലാം തന്നെ വലിയൊരു സെല്ലിംഗ് പ്രഷർ. ടാറ്റ സ്റ്റീലിലും ഹിൻഡാൽക്കോയിലും അതാണ്. ആ 2 സെക്ടർ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ വന്നു. ബാങ്കിങ് സെക്ടറും ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് വീക്ക് പെർഫോം ചെയ്ത 2 സെക്ടർ എന്ന് പറയുന്നത് IT സെക്ടറും അതുപോലെ തന്നെ ഫാർമ സെക്ടറുമാണ്. ഈ 2 സ്റ്റോക്കിലും നല്ലൊരു അപ്പ് മൂവ് നമ്മൾ കണ്ടു. അതിന് എന്തായാലും ഇൻഫോസിസിന്റെ റിസൾട്ട് മാർക്കറ്റിൽ IT സെക്ടറിന് വലിയൊരു ഊർജ്ജം പകർന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് വീണ്ടും ക്രൂഷ്യൽ തന്നെയാണ്. കാരണം 15-ന് യെസ് ബാങ്കിന്റെ റിസൾട്ട് വരുന്നു. ദെൻ 16-ന് ആക്സിസ് ബാങ്ക്, അങ്ങനെ ഒട്ടനവധി റിസൾട്ടുകൾ വരികയാണ്. HCL ടെക്, TCS പോലെയുള്ള ഫ്രണ്ട് റൺ സ്റ്റോക്കുകളുടെ റിസൾട്ട് വരുന്നു. ബജാജ് ഓട്ടോ. അതുപോലെ 17-നാണ് റിലയൻസ്, HDFC ബാങ്ക് പോലെയുള്ള LIC ഹൗസിംഗ് ഫൈനാൻസ് പോലെയുള്ള റിസൾട്ട്. അപ്പോൾ ഒരു മേജർ റിസൾട്ട് നെക്സ്റ്റ് വീക്ക് വരാനിരിക്കുന്നു. അത് തീർച്ചയായിട്ടും മാർക്കറ്റിന്റെ ഡയറക്ഷൻ നിർണ്ണയിക്കും. സ്പെസിഫിക് ആയിട്ട് 2 സ്റ്റോക്കുകൾ ചോദിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ബാങ്കുകളിലെ ജനറൽ വീക്ക്നെസ് പറഞ്ഞു എങ്കിൽ പോലും ICICI ബാങ്ക് തുടർച്ചയായ സെല്ലിംഗ് കാണുന്നു. ഈ ബാങ്കിലെ വീക്ക്നെസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെയുള്ള ഒരു സെല്ലിംഗ് 1200 ലെവലുകളിൽ തുടങ്ങി ഇപ്പോൾ 1030 ലെവലുകളിലേക്ക് എത്തിയിരിക്കുന്നു. രണ്ടാമത്തെ ഓഹരി L&T. തീർച്ചയായിട്ടും L&T ഏകദേശം 1050 ലെവലുകളിൽ, അതിൻ്റെ ഓൾ ടൈം ഹൈ ലെവലുകളിൽ നിന്ന് കൃത്യമായി സെൽ ഓഫ് ചെയ്ത് ഏകദേശം 950 നിലവാരത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്.
ഈ ഓഹരി സംബന്ധിച്ച് തകരാറുകളൊന്നും കാണുന്നില്ല. ഒരു മാധ്യമ റിപ്പോർട്ട് വന്നിരുന്നു ഇടയ്ക്ക്, അതിൻ്റെ ഓർഡർ ബുക്ക് പ്രശ്നത്തിലേക്കാണ് എന്ന തരത്തിൽ. 22-ാം തീയതി ഇതിൻ്റെ റിസൾട്ട് വരുന്നു. മോശമൊന്നും വരാനൊരു വഴിയുമില്ല. ഇൻവെസ്റ്റേഴ്സ് അക്കുമുലേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഈ താഴ്ന്നു വരുന്ന അവസരം വിനിയോഗിക്കേണ്ടതല്ലേ ഈ രണ്ട് ഓഹരി? തീർച്ചയായിട്ടും. ഈ ICICI ബാങ്കും L&Tയും ഈ സ്റ്റോക്ക് ഇപ്പോഴത്തെ ഒരു ബൈയിങ് ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് വീക്ക് 940 പറഞ്ഞു. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഷാർപ്പായിട്ട് ഈ 940യുടെ അടുത്തേക്ക് വരും എന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ ഈ രണ്ട് സ്റ്റോക്കും ഒരു ഫെയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങാം. എസ്പെഷ്യലി ICICI ബാങ്കും ലാർസൻ ആൻഡ് ടൂബ്രോയും വളരെ ശക്തമായിട്ടുള്ള ഓർഡർ ബുക്ക് തന്നെയാണ് നമ്മൾ L&Tയുടെ. അതുപോലെ ICICI ബാങ്കും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതേസമയത്ത് NPA, പക്ഷേ അങ്ങനെ ഒരു മോശം റിസൾട്ട് വന്നാലും വലിയൊരു ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ ICICI ബാങ്കിൽ വരാനുള്ള സാധ്യത വളരെയധികം കുറവ് തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ICICI ബാങ്കിലും L&Tയിൽ ലഭിച്ചിരിക്കുകയാണ്. ആ അവസരം മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളൊരു അഡ്വൈസാണ് നമ്മൾക്ക് കൊടുക്കാനുള്ളത്. കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും ബോട്ടം ലെവലിൽ നിന്ന് ആ സ്റ്റോക്ക് മേടിക്കാമെന്ന് വിചാരിക്കരുത്. നെക്സ്റ്റ് വീക്കോട് കൂടി ചെറിയൊരു എക്സ്പോഷർ, അറ്റ്ലീസ്റ്റ് ഒരു 30 to 40% എക്സ്പോഷർ അടുത്ത നെക്സ്റ്റ് വീക്കിൽ ഈ സ്റ്റോക്കിൽ അഡ്വൈസബിൾ ആണ്. രണ്ട് ഓഹരികൾ കൂടി പെട്ടെന്ന് നോക്കാം. പ്രത്യേകിച്ചും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നറിയപ്പെടുന്ന NBFCകൾ, അവരുടെ ലോൺ ടു വാല്യൂ, നമുക്ക് കൂടുതൽ സ്വർണം പണയം വെക്കുന്നതിന് ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ പണം ഇനി മണപ്പുറംകാരും അല്ലെങ്കിൽ മുത്തൂറ്റ് ഫിനാൻസും ഒക്കെ തരും. മഹീന്ദ്ര ഫിനാൻസ് തുടങ്ങിയ കമ്പനികൾ. അതിന്റെ പേരിൽ മുത്തൂറ്റ്, മണപ്പുറം എല്ലാം വലിയ രീതിയിൽ റാലി ചെയ്തു. വ്യാഴാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും വലിയ രീതിയിൽ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു റാലി കിട്ടി. കേരളത്തിൽ നിന്നുള്ള നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിരിക്കും. കാരണം ഈ രണ്ട് ഓഹരികൾ ഇവർ ധാരാളമായി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്, നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഭാവി ഈ രണ്ട് ഓഹരികൾ, ഈ രണ്ട് കമ്പനികളും ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് LTV 60ലേക്ക് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അതായിരുന്നു ആ വലിയൊരു ഹയർ വാല്യൂവിൽ നിന്ന് ഈ സ്റ്റോക്ക് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡൗൺ വന്നു. അതിന്റെ ഒരു പ്രധാന റീസൺ ഇവരുടെ പ്രോഫിറ്റ് കുറയും എന്നുള്ളത് തന്നെയായിരുന്നു. എന്താണ് NBFCകളുടെ അട്രാക്ഷൻ ബാങ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ലോൺ കിട്ടുന്നു ഗോൾഡ് എന്നുള്ളതാണ്. അതാണ് വീണ്ടും 60ലേക്ക് കൊണ്ടുവന്നത്. അത് തിരിച്ച് 75ലേക്ക് വരുന്നത് ഫ്യൂച്ചറിൽ ഇവരുടെ പ്രോഫിറ്റബിലിറ്റി വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 40%-നടുത്ത് ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചു. അപ്പോൾ ഇനി അടുത്ത എൻട്രി ലോങ് ടൈം എനിക്ക് തോന്നുന്നു കുറച്ച് പോസിറ്റീവ് തന്നെയാണ്. അതുപോലെ RBI വളരെ പോസിറ്റീവായിട്ട് ചില നയങ്ങൾ എടുക്കുന്നു എന്നുള്ളതും വളരെ പോസിറ്റീവ്. ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇപ്പോൾ അഡ്വൈസബിൾ ആണോ? ഞാൻ ഇപ്പോഴത്തെ രീതിയിൽ ഹോൾഡ് ചെയ്യുന്നവർ ട്രേഡിംഗ് ആംഗിളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യാനായിട്ട്. ഇത് പ്രത്യേകിച്ചും നമ്മളിപ്പോൾ മണപ്പുറം ഫൈനാൻസ് എടുക്കുകയാണെങ്കിൽ 26-29 വരെ പോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. അതുപോലെ മുത്തൂറ്റ് എടുക്കുകയാണെങ്കിൽ 185-190 വരെ പോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോഴത്തെ രീതിയിൽ. ടോട്ടൽ മാർക്കറ്റും പോസിറ്റീവ് റിസൾട്ട് സീസൺ വരികയാണ്. ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഓവറോൾ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ രണ്ട് സ്റ്റോക്കും. ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും ഞാൻ ഈ ഒരു ലെവലിൽ അഡ്വൈസബിൾ അല്ല. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു ഇടവേള. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് ഫൈസൽ കീഴാറ്റൂർ, അദ്ദേഹം റിയാദിൽ നിന്നും എഴുതിയ ഒരു വലിയ നീണ്ട മലയാളത്തിൽ എഴുതിയ ചോദ്യമാണ്. ജോലിത്തിരക്ക് കാരണം TV-യിൽ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് വാച്ച് കാണാറില്ല, ഓൺലൈനിലാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം ഒരു സാധാരണ നിക്ഷേപകനാണെന്ന് ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ 50,000 രൂപയ്ക്ക് ONGC, LIC ഹൗസിംഗ് ഫിനാൻസ്, റാൻബാക്സി എന്നിവ കുറച്ച് വാങ്ങി. അത് ലാഭത്തിലാണ്. ലീവ് കഴിഞ്ഞ് തിരിച്ചു വന്ന എന്നോട് സ്പോൺസർ പറഞ്ഞു, 4 വയസ്സുള്ള നിന്റെ മകന് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം. 10,000 രൂപയ്ക്ക് മൂല്യമുള്ള റിയാലാണ് ലഭിച്ചത്. ഇപ്പോൾ അവന് ഡ്രസ്സിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ വേറെ ഡ്രസ്സുണ്ട്. അതിനാൽ 8-10 വർഷത്തേക്ക് ഒരു SIP റൂട്ടിൽ മാസം തോറും നല്ല 1-2 ഓഹരികളിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, മകൻ്റെ പേരിൽ തന്നെ. അപ്പോൾ അതിനുള്ള തുടക്കമായിട്ടാണ് ഈ പണം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നെപ്പോലെ കാര്യമായ സമ്പാദ്യമൊന്നുമില്ലാത്ത പ്രവാസികൾ ഈ അവസരത്തിൽ എത്ര വർഷം SIP വഴി വാങ്ങണം, ഓഹരി വാങ്ങണം? 10ാം ക്ലാസ് തോറ്റ ഞാൻ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് മാർക്കറ്റ് വാച്ചിലൂടെയാണ്. അതുകൊണ്ട് എഴുതിയതിൽ തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എഴുതിയതിലൊന്നും ഒരു തെറ്റുമില്ല. ദയവായി എൻ്റെ ലെറ്റർ വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിവേ, എന്ത് തന്നെയായാലും ഫൈസലിനെ പോലെയുള്ളവർ ഈ രംഗത്തേക്ക് വരുന്നത് വളരെ വളരെ നല്ല കാര്യമാണ്. പ്രത്യേകിച്ചും പലർക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഇതുവരെ. പക്ഷേ ഇത്തരമൊരു നല്ല ഓഹരികൾ വാങ്ങാനുള്ള അവസരം മാർക്കറ്റ് വാച്ചിലൂടെ കൊടുക്കുന്നത് നമുക്ക് സന്തോഷം പകരുന്ന കാര്യമാണ്. ഇത് ഫൈസലിനെ നമ്മൾ ഒരു ശുദ്ധനായ ബുദ്ധിമാൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം
മേടിച്ചിരിക്കുന്ന സ്റ്റോക്കുകളെല്ലാം പ്രോഫിറ്റാണ്. കാരണം വളരെ എക്സ്പേർട്ടായിട്ട് ആളുകളും വളരെയധികം മാർക്കറ്റിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളും പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ കളയുകയാണ് ചെയ്യുന്നത്. അവിടെ ഫൈസലിന്റെ തോട്ട് പോലും വളരെ നല്ലതാണ്. കാരണം ആ 100 റിയാൽ പോലും സ്വന്തം മകന്റെ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ളതും ഇന്ത്യൻ കമ്പനികളെ അദ്ദേഹം വിശ്വസിക്കുന്നു എന്നുള്ളതുമാണ് അതിനകത്ത് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കമ്പനികൾ അദ്ദേഹം ഏത് വാങ്ങുന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്കതിൽ സന്തോഷം തോന്നിയ ഒരു കാര്യം ആ തോട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആളുകൾ ചിന്തിക്കുമ്പോൾ ഇതെന്തോ ഒരു റോക്കറ്റ് സയൻസ് ആണ്, അല്ലെങ്കിൽ ഇതെന്തോ ആർക്കും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇത് ഊഹക്കച്ചവടമാണ്. ഇത്തരത്തിലുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് പലപ്പോഴും സാധാരണക്കാരായ ആളുകൾ ഇതിനെക്കുറിച്ച് വെച്ചു പുലർത്തുന്നത്. അപ്പോൾ അങ്ങനെ അല്ല എന്നുള്ള ധാരണയാണ് ഈ ഫൈസൽ കീഴാറ്റൂർ പോലെയുള്ള ആളുകൾ ഇത് ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ ഏകദേശം 15ഓളം ഓഹരികൾ ഭുവനേന്ദ്രൻ കൊടുത്തിരുന്നു. ഇദ്ദേഹത്തിന് പറ്റിയ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത 2 സ്റ്റോക്ക് തന്നെയാണ് നല്ലത്. ഒന്ന് ലാർസൻ ആൻഡ് ടൂബ്രോയും ICICI ബാങ്കും. ഈ 2 സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നത് എനിക്കൊന്ന് ഈ 2 സ്റ്റോക്ക് തന്നെയാണ് അദ്ദേഹത്തിന് പറ്റിയ 2 സ്റ്റോക്കാണ്. ഒരു ബാങ്കിങ് സ്റ്റോക്കും ഇന്ത്യയുടെ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ 2 ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. അതുകൊണ്ട് ഈ 2 സ്റ്റോക്ക് അദ്ദേഹം മേടിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്റ്റോക്ക് ഓരോ ഡിപ്പിലും ഇപ്പോൾ ഈ 2 സ്റ്റോക്കും കറക്റ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഈ 2 സ്റ്റോക്കിൽ എക്സ്പോഷർ അഡ്വൈസബിൾ ആണ്. ഓക്കെ, നമുക്ക് പ്രദീപ് അദ്ദേഹത്തിൻ്റെ മെയിൽ നോക്കാം. പ്രദീപിന് വളരെ നീണ്ട എഴുത്താണ്, അതിൽ എല്ലാത്തിലേക്കും ഞാൻ കിടക്കുന്നില്ല. എൻട്രി പോയിന്റ് ആണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ആക്സിസ് ബാങ്ക്, SBI, ടാറ്റ മോട്ടോഴ്സ്, ഭാരതി എയർടെൽ, L&T, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അലംബിക് ഫാർമ, ഫിനോലെക്സ് കേബിൾ തുടങ്ങിയവയാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഈ ആക്സിസ് ബാങ്ക്, SBI, ടാറ്റ മോട്ടോഴ്സ് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ട കാര്യം, കാരണം ഇടിയുമ്പോൾ വാങ്ങുക എന്നത് മാത്രമേ ഉള്ളൂ. ആക്സിസ് ബാങ്കിൽ ഇപ്പോൾ ഗവൺമെന്റ് സ്റ്റേക്ക് സെല് ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ്, ആക്സിസ് ബാങ്ക് വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ 20% ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ആക്സിസ് ബാങ്കിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഡിസ്കൗണ്ട് വാല്യൂയിലേക്ക് ആക്സിസ് ബാങ്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിന്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. റിസൾട്ട് വന്നതിന് ശേഷം വാങ്ങുന്നതാണോ നല്ലത്? പ്രത്യേകിച്ചും ഈ 2 ആക്സിസ് ബാങ്കിലും SBIയിലും 16th റിസൾട്ട് വരുന്നു. എനിക്ക് തോന്നുന്നു ആക്സിസ് ബാങ്ക് ഇപ്പോഴും ഒരു ഫെയർ വാല്യൂവിലാണ്. അതുകൊണ്ട് റിസൾട്ട് വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വൈസ്. ഇതിൽ ആക്സിസ് ബാങ്ക് അടുത്തൊരു കറക്ഷൻ 1140 അതുപോലെ 1000 2 ലെവലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ. ഇൻ കേസ് വളരെ മോശമായിട്ടുള്ള ഒരു റിസൾട്ട് വരികയാണെങ്കിൽ ആ സ്റ്റോക്ക് 1000 ലെവലിലേക്ക് കറക്റ്റ് ചെയ്യാം. അതൊരു സെക്കൻഡ് ലെവൽ എൻട്രി ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും എനിക്കൊന്ന് വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ ആ സ്റ്റോക്കിൽ നേരിട്ടു. ഈ 2 സ്റ്റോക്കും അടുത്ത നെക്സ്റ്റ് വീക്കോട് കൂടി ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. അതിൽ ആക്സിസ് ബാങ്ക് മാത്രമാണ് നെക്സ്റ്റ് വീക്ക് റിസൾട്ട്. എക്കാലത്തെയും ഫേവറേറ്റ് സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, ഭാരതി എയർടെൽ, ഇത് 2 കൂടെ പറയാം. ഈ 2 ടാറ്റ മോട്ടോഴ്സ് സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ്. അല്പം താഴ്ന്ന നിൽക്കും. 360, 335 അടുത്തൊരു കറക്ഷൻ ഷാർപ്പായിട്ട് സംഭവിക്കുകയാണെങ്കിൽ 335 വരെ പോകും എന്നുള്ള ഒരു കണക്കുകൂട്ടലോട് കൂടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നല്ലത്. ഇപ്പോഴത്തെ ഒരു മേജർ സെൽ ഓഫ് മാർക്കറ്റിൽ വരികയാണെങ്കിൽ 335 ലെവൽ വരെ പോകാം. ആ ഒരു ലെവൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ലെവൽ തന്നെയാണ്. ദെൻ ഭാരതി എയർടെൽ നെക്സ്റ്റ് ജനറേഷൻ സ്റ്റോക്ക്, അല്ലെങ്കിൽ അടുത്ത ഒരു ജനറേഷൻ നമുക്ക് കൊടുക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ഭാരതി എയർടെൽ. അടുത്ത ഓരോ കറക്ഷനിലും 2 എൻട്രി പോയിന്റ് എന്ന് പറയുന്ന ഒന്ന് 320 and 300 2 ലെവൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഇതിൽ ആക്സിസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ ഭാരതി എയർടെൽ ഫ്രണ്ട് റൺ സ്റ്റോക്കാണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. വളരെ ഡീസെന്റ് ആയിട്ടുള്ള കറക്ഷൻ, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെ ഇതിനകത്തൊരു കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത കറക്ഷനോട് കൂടി ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാവുന്ന ഒരു ലെവലിലേക്ക് സ്റ്റോക്ക് വരും. ഫസ്റ്റ് സ്റ്റേജ് എൻട്രി നെക്സ്റ്റ് വീക്കിൽ എനിക്ക് തോന്നുന്നു അഡ്വൈസബിൾ ആണ് എന്ന് തോന്നുന്നു. എന്തായാലും മികച്ച ഓഹരികളാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഏത് എൻട്രിയിൽ കയറിയാൽ പോലും ദുഃഖിക്കേണ്ടി വരില്ല ഭാവിയിൽ. VP വർഗീസ് അദ്ദേഹം 85 ഷെയർ JSW സ്റ്റീൽ 2010 വാങ്ങിച്ചു. ആവറേജ് ശരാശരി വില 1080 രൂപ. 50 റിലയൻസ് ഉണ്ട്, 2007 വാങ്ങിയതാണ്. പ്രീ ബോണസ് കാലഘട്ടത്തിൽ 2500 രൂപയ്ക്കാണ് വാങ്ങിയത്. ഷുഡ് ഐ ഹോൾഡ് ഓർ സെൽ ദീസ് ഷെയർസ്? ഇതിൽ JSW സ്റ്റീൽ സെക്ടറൊക്കെ തന്നെ ഇപ്പോൾ ഒരു റിക്കവറി പാതയിലാണ്. ഈ JSW സ്റ്റീൽ ഫണ്ടമെന്റലി സൗണ്ടാണ്. ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സ്ട്രാറ്റജി. കാരണം അതുപോലെ തന്നെ ഈ ഒരു വർഷം അദ്ദേഹം പേഷ്യൻസോട് കൂടി വീണ്ടും ഈ സ്റ്റോക്ക് അടുത്തൊരു കറക്ഷൻ സംഭവിക്കുമ്പോൾ JSW സ്റ്റീൽ എസ്പെഷ്യലി 980, 952 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഒന്നുകൂടി എൻട്രി ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഓരോ ഡിപ്പും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ വെള്ളിയാഴ്ച ദിവസം അല്പം ചെറിയ റിക്കവറി സംഭവിച്ചു. ഇപ്പോഴും ഈ റാലിയിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ റിലയൻസ് ഒക്കെ ഓരോ കറക്ഷനും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഇദ്ദേഹത്തിന്റെ 2 സ്റ്റോക്കും JSW സ്റ്റീലും റിലയൻസ് ഇൻഡസ്ട്രീസും ഓരോ കറക്ഷനും ഇൻവെസ്റ്റ്മെന്റിന് അഡ്വൈസബിൾ ആണ്. അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടർ, JSW സ്റ്റീലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഭുവനേന്ദ്രൻ പറഞ്ഞത്
സ്റ്റീൽ സെക്ടർ ഒരു റിക്കവറി മോഡിലാണെന്ന്. പക്ഷെ അങ്ങനെയെങ്കിൽ ടാറ്റ സ്റ്റീൽ ഏകദേശം 420-430 വരെ പോയ ഓഹരി ഇപ്പോൾ ഒരു കറക്ഷന്റെ പാതയിൽ വന്നിട്ട് അതൊരു സ്വാഭാവികമായ സാങ്കേതിക തിരുത്തലാണോ, അതോ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇനി വർഗീസിനെ സംബന്ധിച്ച് ഈ JSW സ്റ്റീലിൽ നിന്നും അദ്ദേഹം ടാറ്റ സ്റ്റീലിലേക്ക് സ്വിച്ച് ചെയ്യണം? ആവശ്യമില്ല. ഇതിനകത്ത് സ്റ്റീൽ സെക്ടറിൽ വന്നിരിക്കുന്ന കറക്ഷൻ ഞാൻ ഈ എപ്പിസോഡിന്റെ ആദ്യം പറഞ്ഞല്ലോ. ഒന്ന് ചൈനയിൽ നിന്ന് വന്ന മോശം, എപ്പോഴും ചൈനയാണ് മെറ്റൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചൈനയുടെ ഡാറ്റ മോശമാകുമ്പോൾ ഇവിടെ മെറ്റൽ സെക്ടറിൽ അത് റിഫ്ലക്ട് ചെയ്യും. അതുപോലെ തന്നെ US-ലെ മേജർ അലുമിനിയം പ്രൊഡ്യൂസിംഗ് കമ്പനിയിൽ വന്നിരിക്കുന്ന ക്വാർട്ടറിൽ വന്നിരിക്കുന്ന ലോസ്, ടോട്ടൽ ഡിമാൻഡ് കുറയാനുള്ള ഒരു സാധ്യത, ഔട്ട്ലുക്ക് മോശം, ആൽക്കോ. അപ്പോൾ ഇത് രണ്ടും ഈ കമ്പനികളെയും എഫക്റ്റ്, ഈ സെക്ടറിനെ എഫക്റ്റ് ചെയ്യും. അതിന്റെ കറക്ഷനാണ് നമ്മൾ ഹിൻഡാൽക്കോയിലും ടാറ്റ സ്റ്റീലിലും കണ്ടത്, JSW ഒക്കെ കണ്ടത്. ഇപ്പോൾ ഹിൻഡാൽക്കോ അടുത്തൊരു ജനറേഷൻ സ്റ്റോക്കാണ്. ഹിൻഡാൽക്കോ നല്ലൊരു ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂയിലാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. അത് ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും അക്യുമുലേറ്റ് ചെയ്യാവുന്ന ഒരു ലെവലിലേക്ക് വരുന്നു. ടാറ്റ സ്റ്റീൽ വീണ്ടും അക്യുമുലേറ്റ് ചെയ്യാവുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. അതുപോലെ JSW സ്റ്റീൽ, മെറ്റൽ സെക്ടറൊക്കെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. ചെറിയൊരു കറക്ഷൻ കൂടെ സംഭവിക്കും. പക്ഷേ ആ കറക്ഷൻ ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കാണുന്നത്. കൂടെ ടാറ്റ സ്റ്റീലിന്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഈ നിലവാരത്തിൽ വാങ്ങാൻ 360 ആണ് ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. ഇപ്പോഴത്തെ രീതിയിൽ 360 ലെവൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ റിസൾട്ട് സീസൺ ആണല്ലോ, റിസൾട്ടിനനുസരിച്ച് അതിൽ വ്യത്യാസം നമുക്ക് സംഭവിക്കാം. ഇപ്പോഴത്തെ ഒരു ഫോൾ ഒരു 360-65 സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യത. അലുമിനിയം സെക്ടർ നോക്കിയാൽ ഹിൻഡാൽക്കോ 106, ഞാൻ ഈ കറന്റ് ലെവൽ 110 എന്ന് പറയുന്ന ലെവൽ പോലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഈ കറന്റ് ലെവലിൽ ഹിൻഡാൽക്കോ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 106 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അതൊരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. പക്ഷെ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറിക്കുള്ള സാധ്യത ഹിൻഡാൽക്കോയിൽ വളരെയധികം കൂടുതലാണ്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. ഇപ്പോൾ എല്ലാ അനലിസ്റ്റുകളും ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്നൊരു കാര്യം, നരേന്ദ്രമോദി വരികയാണെങ്കിൽ, പ്രധാനമന്ത്രിയായി വരികയാണെങ്കിൽ വലിയ രീതിയിൽ അത് സ്വാഗതം ചെയ്യപ്പെടും, ഓഹരി വിപണി വലിയ രീതിയിൽ സ്വാഗതം ചെയ്യപ്പെടും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള സ്റ്റേബിളായുള്ള ഒരു സർക്കാർ വന്നാൽ പോലും അത് വിപണി സ്വാഗതം ചെയ്യും. പക്ഷേ പുട്ടിങ് എ സ്പോക്ക് ഓൺ ദ വീൽ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ആം ആദ്മി പാർട്ടി പെട്ടെന്ന് കളം പിടിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് പൊതുവേ ഉണ്ട്, പ്രത്യേകിച്ചും അർബൻ എലൈറ്റിൻ്റെ ഇടയിൽ. ബാംഗ്ലൂർ അല്ലെങ്കിൽ അങ്ങനത്തെ ചണ്ഡീഗഡ് അങ്ങനെയുള്ള സിറ്റികളിൽ അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അത് വിപണിയെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇപ്പോഴത്തെ L&Tയുടെ ഡൗൺഫോൾ അല്ലെങ്കിൽ ഈ വലിയ ലാർജ് സെക്ടർ ഓഹരികൾ, ലാർജ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഓഹരികളുടെ ഒരു ഡൗൺഫോളിൽ പോലും ഒരുപക്ഷെ ഇത്തരം സസ്പീഷൻ, സംശയം വിദേശ ധനസ്ഥാപനങ്ങൾക്ക് നിലനിൽക്കുന്നത് കൊണ്ടാവുമോ ഇങ്ങനെ സംഭവിക്കുന്നു? ഒരല്പം ഞാൻ ചോദിച്ചതിൽ ഒരു വാസ്തവമില്ലേ? എനിക്ക് അത്ര തോന്നുന്നു. കാരണം ഇതിനു മുമ്പൊരു മൂവ്, അണ്ണാ ഹസാരയുടെ മൂവ് വന്ന സമയത്ത് FISന് അന്ന് ലോകം മുഴുവൻ അങ്ങനെ ഒരു മൂവ് നടക്കുന്ന ഒരു സമയമായിരുന്നു. ഫൈനാൻഷ്യൽ ക്രൈസിസ് ഗ്ലോബലി ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അന്ന് FIS വളരെ സംശയത്തോടെ ഈ മൂവിനെ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് അത്രത്തോളം സംശയം FISനില്ല. ഇതൊക്കെ സിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാനാണ് സാധ്യത. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഒട്ടുക്കും വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതല്ല, അവര് ഭരണത്തിൽ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമോ എന്ന അർത്ഥത്തിലല്ല. അത് പറഞ്ഞത് അവരുടെ നയ പരിപാടികൾക്കകത്ത് അവർക്ക് ആന്റി കറപ്ഷൻ അത് ഒക്കെ നടക്കട്ടെ. നമ്മുടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇഷ്ടപ്പെടാത്ത തരത്തിൽ ഇപ്പോൾ വിദേശ റീറ്റെയിൽ സ്ഥാപനങ്ങളുടെ വരവിനെ അവർ തള്ളിക്കളയുന്നു. അങ്ങനെ ധാരാളം കാര്യങ്ങൾ അവർ അക്കമിട്ട് പറയും അവരുടെ നയപരിപാടികളിൽ. അതിനെ ഇങ്ങനെ ഒരു ട്രെൻഡ് രാജ്യത്ത് വളരുന്നതിനെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു സംശയത്തോടു കൂടി കാണില്ല. അത് സംശയത്തോടു കൂടി കാണും. പക്ഷെ ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളും. ഞാൻ അതിലേക്കാണ് വന്നത്. കാരണം കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ബാക്കി റീജിയണൽ പാർട്ടീസ് ആണെങ്കിലും ഒക്കെ തന്നെ ഇതൊരു പാഠമാണ്. ആ AIPയെ സംബന്ധിച്ച് AIP എന്തുകൊണ്ട് ഡൽഹിയിൽ ഇത്ര പെട്ടെന്ന് അധികാരം പിടിച്ചെടുത്തു എന്നുള്ളത് ആർക്കും അസൂയ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ്. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് കറപ്ഷൻ ഒഴിവാക്കാനും നല്ല ലീഡേഴ്സിനെ കൊണ്ടുവരാനുള്ള ഒരു മൂവ് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് കോൺഗ്രസിലും BJPയിലും ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ തന്നെ അതിനുള്ളൊരു മൂവ് എടുക്കുന്നതിന്റെ റീസൺ പോലും ഈ AIP കൊണ്ടുവന്ന അവർക്ക് കിട്ടിയ സപ്പോർട്ട് തന്നെയാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവായിട്ട് വരാനാണ് സാധ്യത. ആരെയും നിർത്തി ജയിപ്പിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ മാറി നല്ല കാൻഡിഡേറ്റിന് വോട്ട് കൊടുക്കുക, നല്ല തോട്ടുള്ളവർക്ക് വോട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യ മാറുന്നു എന്നുള്ളതിന്റെ സൈനാണ്. പിന്നെ പൂർണ്ണമായിട്ടും കറപ്ഷൻ ഒഴിവാക്കുക, അതല്ലെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ ഫ്രീ ആയിട്ട് വാട്ടർ കൊടുക്കുക, ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, നമ്മൾക്കറിയാം. പക്ഷെ കുറച്ചും കൂടെ എഫക്റ്റീവായി ഭരണം കൊണ്ടുപോവുകയാണെങ്കിൽ, ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പെർഫെക്റ്റ് ആക്കുകയാണെങ്കിൽ, നമ്മുടെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വരികയും
നല്ല ഭരണം ഫ്യൂച്ചറിൽ കാഴ്ചവെക്കാനും ഈ AIP കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലീഡറാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി തെളിയിക്കാനിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വരികയും അവർ നല്ല ഭരണം കാഴ്ചവെക്കുകയും കറപ്ഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ച് സംശയം മാറിക്കഴിഞ്ഞാൽ ശക്തമായി FIS ഇന്ത്യയിൽ താല്പര്യപ്പെടാനും സാധ്യതയുണ്ട്. ഇതൊരു തരംഗമായി വരികയാണ്. ഇന്ത്യ വലിയൊരു പ്രത്യേകിച്ചും വലിയ കോർപ്പറേറ്റ് ആളുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് HSBCയുടെ സന്യാൽ, അല്ലെങ്കിൽ ഇൻഫോസിസിൽ നിന്നും ഈയിടെ രാജിവെച്ച V ബാലകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം ക്യൂ നിൽക്കുകയാണ്. അതെ, അല്ല ഇതൊക്കെയുണ്ട്. കിരൺ ബേദി അതേസമയത്ത് മോഡിയെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള മൂവ് ഇതൊക്കെ കുറെ കഴിയുമ്പോൾ ഇതിനകത്തൊക്കെ സ്പ്ലിറ്റും സംഭവിക്കാം. ആര് നന്നായി ഭരിക്കുന്നോ, ഒരു ഇപ്പോൾ BJP എടുക്കുകയാണെങ്കിൽ BJPക്ക് ഉപരിയായിട്ട് മോഡി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? കറപ്ഷൻ ഇല്ല എന്നുള്ളതും പ്രൂവൺ ലീഡർ എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. എന്തുകൊണ്ട് AIP കെജ്രിവാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നു? കറപ്ഷൻ ഇല്ല, അതിന് എഗൻസ്റ്റ് ആയിട്ടൊരു മൂവ് എന്നുള്ളത്. അപ്പോൾ ഇനി ഇങ്ങനെ പുതിയ ലീഡേഴ്സ് പൊങ്ങി വരാനുള്ള സാധ്യതയും അത് ഇന്ത്യയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുക. ഒരു പാർട്ടിയുടെ പുറകെ പോകുക, പക്ഷേ ഇതൊന്നും ഇപ്പോൾ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടകയിലോ നമ്മൾ ഈ പറയുന്ന രീതിയിലൊരു മൂവൊന്നും, ബാംഗ്ലൂർ സിറ്റിയിൽ മാത്രം ലിമിറ്റഡ് സർക്കിളിൽ മാത്രമേ അങ്ങനെ ഒരു മൂവ് നടക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇത് വർഷങ്ങൾ കൊണ്ട് ഇതിനൊരു മാറ്റം സംഭവിക്കും. അതിന്റെ ഒരു പ്രകടനമാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടത്. ഇപ്പോൾ ബോംബെയിലും ചെറിയൊരു മൂവ് നടക്കും. പറഞ്ഞു വരുന്നത് ഇതെല്ലാം ആത്യന്തികമായി ഓഹരി വിപണിക്ക് നല്ലതാണ്. ഇന്ത്യയിൽ നല്ല ലീഡേഴ്സ് വരാനും ഇന്ത്യ നല്ല ഭരണം കാഴ്ചവെക്കാനും ഗ്ലോബലി തന്നെ ഇന്ത്യ വലിയൊരു ശക്തമായിട്ട് തിരിച്ചു വരാൻ. എന്താണ് ഇന്ത്യ ലാക്ക് ചെയ്യുന്നത്? കറപ്ഷൻ, അഴിമതി തന്നെയാണ് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിനെതിരായിട്ടുള്ള ഒരു മൂവ് വളരെ ശക്തമായിട്ട് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അത് കോടതിയാണെങ്കിലും ശരി, ഈവൻ കുറേ ലീഡേഴ്സ് ആണെങ്കിലും ജനങ്ങളാണെങ്കിലും, അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. ഇന്ത്യയുടെ ഫ്യൂച്ചർ, വരും ദിവസങ്ങൾ ഇന്ത്യയുടെ വർഷമായിട്ട് മാറാനാണ് സാധ്യത. 2014 ഓഹരി വിപണിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായി സംഭവിക്കും, അപ്സ് ഓർ ഡൗൺ, വലിയ രീതിയിൽ. തീർച്ചയായിട്ടും മാർക്കറ്റിൽ അതിശക്തമായുള്ള ഒരു തിരിച്ചുവരവാണ് ഞാൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത്. എന്നാലും ആ തിരിച്ചുവരവ് അങ്ങനെ തന്നെ വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. മാർക്കറ്റിനെ സംബന്ധിച്ച് അടുത്ത ആഴ്ചയും റിസൾട്ടുകൾ, മൂന്നാം പാദ റിസൾട്ടുകൾ വരികയാണ്. ഇവിടെ ഓർക്കേണ്ട കാര്യം, നേരത്തെ മുൻപ് സൂചിപ്പിച്ചതുപോലെ വിപണി അവസരങ്ങൾ തുറന്നു തരുന്നുണ്ട്. ഇപ്പോഴും ഇത്രയും മാർക്കറ്റ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലും എക്കാലത്തെയും വലിയ ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള രണ്ട് ഓഹരികൾ ഇപ്പോൾ ഒരു കനകാവസരം ഒരുക്കി മുന്നിൽ നിൽക്കുന്നു. പ്രത്യേകിച്ചും പറയേണ്ട കാര്യമില്ല, ഓൾഡ് ജനറേഷൻ സ്റ്റോക്ക് ലാർസൺ ആൻഡ് ടൂബ്രോ, വലിയ ഓർഡർ ബുക്ക്, ഒരിക്കലും തീരാത്ത ജോലികൾ, ലോകമെമ്പാടും ജോലി ചെയ്യുന്നു. L&T ഒരു സംശയവും വേണ്ട, ഏകദേശം ഇപ്പോൾ 950 ലെവലുകളിൽ നിൽക്കുന്നു. വാങ്ങി തുടങ്ങാം എന്നുള്ള അഭിപ്രായം തന്നെയുണ്ട്. ഇനി അല്പം കൂടി താഴെ കിട്ടിയാൽ അതും ബോണസ് എന്ന് കരുതുക. മറ്റൊരു ഓഹരി ICICI ബാങ്കാണ്. 1030 ലെവലുകളിലാണ് വെള്ളിയാഴ്ച ക്ലോസിംഗ്. അതിനേക്കാളും അല്പം 1000 താഴേക്കൊക്കെ വന്നാൽ അതും ബോണസ് എന്ന് തന്നെ പറയണം. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.